ഹായ്, എൻ്റെ പേര് റോഷൻ എന്നാണ്. ഞാനാണ് ഇന്ന് നിങ്ങളെ കോർഡിനേറ്റർ. അതായത് ട്രിപ്പൊക്കെ ഓരോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് എന്ന് പറയാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും വിളിക്കല്ലേ ഉപയോഗിക്കാം. അതെ, ഈ ഒരു നക്ഷത്രയുടെ ഫാമിലി കുറേ ചേച്ചിമാരും കുറേ താത്തമാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഒരു ഏട്ടന്മാരുടെ സ്ഥാനത്തുള്ള അല്ലേ ഉപയോഗിക്ക, പിന്നെ രഞ്ജിത്തേട്ടൻ മാനേജേഴ്സ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ തന്നെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് വരാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യമാണ് പറ്റിയത്. ഓടി നടക്കുന്നുണ്ട്, ഓടി നടന്ന് സർവേ ചെയ്ത് കൊടുക്കുക അല്ലേ എല്ലാവർക്കും. രാവിലെ നമ്മളൊരു 4 മണിക്ക് പുറപ്പെട്ട ട്രിപ്പാണ്. സോറി കേട്ടോ, ഞാൻ ആക്ച്വലി രണ്ട് കാര്യത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് വീഡിയോയ്ക്കും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മളൊരു 4 മണിക്കാണ് അവിടുന്ന് ട്രിപ്പ് പുറപ്പെട്ടത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഒരു ഉണ്ണിയപ്പൊക്കെ കിട്ടിയപ്പോഴാണ് ഒരു എനർജിയൊക്കെ ആയത്. അതെ, താങ്ക്സ്. ഇത്തന്നെ പേരെന്താ? ലൈലത്താത്തക്ക് ഒരു താങ്ക്സ്. നല്ല ഉണ്ണിയപ്പായിരുന്നു, നല്ല സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പം. ചേച്ചി സോറി, പറഞ്ഞത് തിരിച്ചെടുത്തേ. ഭാവന ചേച്ചിക്ക് വല്ലാണ്ട് ക്രെഡിറ്റ് ഏറ്റുവാങ്ങാല്ലേ എത്താ. വിതരണം ചെയ്തതിൽ ഒരു ചെറിയ താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് ആ ഉണ്ണിയപ്പം നിന്നപ്പോഴാണ് ചെറിയൊരു എനർജി കിട്ടിയത്. അതുകൊണ്ടാണ് വന്ന് നിങ്ങളോട് സംസാരിക്കാന്ന് വിചാരിച്ചത്. എന്തായാലും ഞാനുണ്ടാവുന്ന നിങ്ങളെ കൂടെ മൊത്തം എല്ലാം കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ ട്രാവൽസ് ഉണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന മാതിരി ഒരു വീഡിയോന്റെ ചെറിയ പരിപാടിയുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അറിയാത്തുണ്ടെന്നുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് ഉണ്ടാവും, നല്ലപോലെ നമ്മൾ സേഫായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എല്ലാവരും. എന്നാലും ഒരു ചെറിയൊരു പ്രാർത്ഥനയോടെ നമ്മളെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, ഇതേപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നക്ഷത്ര ടീമിനോട് നമ്മൾ ഈ ഒരു ട്രിപ്പ് തന്നതിന് ഒരു താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് നമ്മളെ നല്ലപോലെ കൊണ്ടുപോയിരുന്ന അവരൊരു ഈ ട്രിപ്പിലെ മെയിൻ ഭാഗമാണ്. സോ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. അറിയാത്ത കാര്യങ്ങളോ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളും ആൻസറബിൾ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എത്തുമ്പോൾ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ പറഞ്ഞു തരണ്ടേ. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ ഇരിക്കുന്നത് എനിക്ക് ബസ്സിൽ, അതായത് ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ബാക്കിൽ സീറ്റ് കിട്ടിയാലും ഞാൻ ഇരിക്കാറില്ല. ഫ്രണ്ട് ക്യാബിനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ട്രിപ്പ് നയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ബാലൻസിലെ മിഥുനാണ്, അതേപോലെ തന്നെ അഭിലാഷും. ഇപ്പൊ നമ്മള് ചുരമൊക്കെ അത് കയറി യൂക്കാലിപ്സിന്റെ മരങ്ങൾക്ക് ഇടയിലൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫ്രണ്ടിലൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന പോലെയാണ്. ബൈക്കിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈക്കിലത്തെ ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടൂല എന്നുണ്ടെങ്കിലും ബൈക്കും കാറും കൂടി ചേർന്നതാണ്. ആ വ്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡായാലും ഈ സൈഡും ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്ക് വരെ കാണാൻ പറ്റും. ബാക്ക് എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ബാക്ക് നമുക്കിതാ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിലൂടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഫ്രണ്ടിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് കാല് നീട്ടി വെച്ച് ഇവിടെ കിടക്ക വരെ ചെയ്യാം. ചില ടൈമിലൊക്കെ നൈറ്റിലൊക്കെ ഓവർനൈറ്റ് റണ്ണിങ് ഉള്ള ടൈമിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാറുണ്ട്. സോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലുണ്ടാവുന്ന ആ ഒരു ഇളക്കും കാര്യങ്ങളൊന്നും ഫ്രണ്ടിലുണ്ടാവില്ല, സുഖമായിട്ടിരിക്കാം. അപ്പോൾ അതാണ് ഈ ഒരു ക്യാബിനിൽ ഇരിക്കുന്നതിനുള്ള ഗുണം. AC ആണെന്ന് പിന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. AC ആണെങ്കിലും ക്യാബിനിൽ AC ഇല്ല, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചൊരു ഹാഫ് ആൻ അവറില്ലേ ഇനി ഇവിടുന്ന് ഉള്ളൂ എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്.
few moments later. അങ്ങനെ ഇപ്പൊ നമ്മള് ലേക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ലേക്കിലേക്ക് പോകുന്നു. ലേക്ക് പ്രത്യേകം കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഊട്ടിയാണെന്നുണ്ടെങ്കിൽ ഊട്ടി നമ്മള് ക്ലൈമറ്റ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിരുന്നു 2 മാനേജേഴ്സ് ആണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരു കേവിന്റെ ഉള്ളിലേക്ക് ചെറിയൊരു ബ്രിഡ്ജ് കേവ് പോലെ ഉണ്ടാക്കിയതാണ്. ശരിക്കും ഇതൊരു ടോയ് ട്രെയിൻ ആണ്. ടോയ് ട്രെയിന് മറ്റേ ട്രെയിനിന്റെ, അതായത് ഊട്ടി ട്രെയിനിന്റെ അതേപോലത്തെ ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടും. മറ്റേ ട്രെയിനിന് കുറെ ബുക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ട്രെയിന് നമ്മൾ എടുത്തത്. മറ്റേ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ 2 മാനേജേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആദ്യം. അതില് ഒരാള് ഉബൈദിക്ക നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടിയാണ്. അതേപോലെ തന്നെ രഞ്ജിത് ഭായ് മാർക്കറ്റിംഗ് മാനേജറാണ് നക്ഷത്ര ഗോൾഡിന്റെ. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒന്ന് മറ്റേ സ്റ്റാഫ് കുറച്ച് ആൾക്കാരൊക്കെ ആ ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ കണ്ണ് തെറ്റിച്ച് ഇതിലെ വന്നിട്ട് നൈസായിട്ട് കയറിയതാണ്. എല്ലാവരും ഓരോ കുറെ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ചേരം ആസ്വദിച്ചിരിക്കുകയാണ്. ഉബൈദിക്ക് എങ്ങനെയുണ്ട് ഈ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് ക്ലൈമറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണല്ലോ. പൊതുവെ നമ്മളിവിടെ വരുമ്പോൾ 19 and 20 ഡിഗ്രിയാണ്. പൊതുവെ എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഏപ്രിൽ മെയിൽ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഊട്ടി. ഓക്കെ, ഈ ഒരു ക്ലൈമറ്റില് ഈ വെക്കേഷൻ ടൈമില് ഏറ്റവും ബെറ്റർ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലം ഊട്ടി തന്നെയാണ്. കാര്യം ബസ്സിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ ഇക്ക എന്നോട് പറഞ്ഞൊരു കാര്യം, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. കാറ്റ്, ഇളം കാറ്റൊക്കെ അടിക്കുമ്പോഴുള്ള ആ ഒരു കുളിര് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ നല്ല വെയിലത്താണ് അവിടെ പുല്ലിലിരുന്നത്. എന്നിട്ടും അടിപൊളിയായിരുന്നു. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അത്ര വലിയ ലോങ് ഒന്നും പോവില്ല. നമുക്ക് ഇവിടുന്ന് ലേക്കിന്റെ ഈ ഭാഗത്ത് ഇവിടെ തന്നെയാണ് ഈ ട്രെയിൻ പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിർത്തും. എന്നിട്ട് ഇതപ്പം തന്നെ തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. ആ ഡ്രൈവർ ഇങ്ങോട്ട് തിരിഞ്ഞ്, പൈലറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞ്. പൈലറ്റ് എന്ന് പറയാൻ പറ്റിയ ഡ്രൈവർ എന്നും പറയാം നമുക്കിത്. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇനി ഇത് റിട്ടേൺ പോവാൻ പോവാണ്. വന്ന അതേമാതിരി തന്നെ റിട്ടേൺ പോവുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ, ഓൾമോസ്റ്റ് ഒരു 500 മീറ്റർ. പലർക്കും ചിലപ്പോൾ അറിയില്ല ലേക്കിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. എല്ലാവർക്കും അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല അധികം അല്ലെ. ഒന്ന് ചോദിച്ചു നോക്കുക എല്ലാവരും വന്നു കഴിഞ്ഞാൽ ടോയ് ട്രെയിൻ അവിടെ വന്ന്. മറ്റേതിൽ നമുക്ക് ബുക്കിംഗ് ചിലപ്പോൾ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ ടോയ് ട്രെയിനിൽ നിങ്ങൾക്ക് ലേക്കിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് ചോദിച്ചു നോക്കുക എവിടെയാണെന്ന്. ലേക്കിന്റെ ഒരു അറ്റത്തെ ഭാഗത്തേക്ക് എക്സിറ്റിന്റെ സൈഡിലേക്കായിട്ടാണ്. സോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കയറാം. അത്യാവശ്യം ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ടോയ് ട്രെയിനിന്റെ. ഓക്കെ, ഇനി നമുക്ക് പോവാം, പുറത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേരൊക്കെ ഒന്ന് ഇരുന്ന്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നട്ടുച്ച ടൈമാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ശരിക്കും രാവിലെ പോകുന്നതിന് കൊണ്ട് ആ ടൈമിൽ ചൂടെടുക്കുന്നുണ്ട്. 4 മണി ടൈമിലാണ് കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ നമുക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നട്ടുച്ച ടൈമിൽ എന്ന് പറഞ്ഞാൽ വെയിലത്ത് പോലും നല്ല കൂളിംഗ് ആണുള്ളത്. നമ്മുടെ പാർട്ടിയൊക്കെ ടീ ഫാക്ടറി ഒക്കെ കണ്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് ടീ ഒക്കെ മേടിച്ചതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കയറിയിട്ട് നേരെ പോകുന്ന ഗാർഡനിലേക്കാണ് പോവുക, ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം ഇവരെ ചെറിയ എന്തൊക്കെ പർച്ചേസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്. അപ്പോൾ ഇവർ വന്നിട്ട് അല്ലേ, അതെ, നക്ഷത്ര ഗോൾഡിൻ്റെ ഒരു അല്ലേ ഫാമിലി ഉണ്ട്, താരങ്ങൾ, തിളങ്ങും താരങ്ങളാണ് ഇവർ. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും വന്നു കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു 3 മണിയായി, ഒരു 3:15 3:30 ഒക്കെ ആവുമ്പോൾ 3:15 നമ്മൾ ഇവിടെ നിന്ന് നേരെ ഗാർഡനിലേക്ക് പോകും.
അതിൻ്റെ മുന്നായിട്ട് ഈ ഫാക്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ശരിക്കും ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പം ഒരു വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട പോലെയൊക്കെ ആയിട്ട് തോന്നുന്ന മാതിരി ബിൽഡിംഗ് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ബിൽഡിംഗ് നമുക്കിങ്ങനെ ദൂരെ കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തായി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ബിൽഡിംഗ് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നിന്നിട്ട് കാണുമ്പോൾ ഉള്ളത്. നമുക്ക് ശരിക്കും എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിപ്പ് ലൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്. വാ, ഇതാ നമുക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഊട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് വരുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ്. അതേപോലെ തന്നെ കുതിരക്കാരനും കുതിരകളും പിന്നെ ഈ ഒരു ദൂരെ കാണുന്ന ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ വീടുകൾ, കൊച്ചു കൊച്ചു വീടുകളും അതേപോലെ തന്നെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ഫ്ലാറ്റുകൾ കേട്ടോ, വലിയ ഫ്ലാറ്റൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. നല്ല രസമുണ്ട്. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഞാനൊരു സ്റ്റിൽ എടുക്കാൻ പോവുകയാണ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഇനിയപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഗാർഡനിലേക്ക് പോകാനുള്ള ടൈമായിട്ടില്ല. അവരെ വെയിറ്റ് ചെയ്യാണ്. സോ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തട്ടില്ലേ റാഷിയ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഗാർഡനിലേക്ക് പോവാം. ജഗദീശ്വരനോട് അതങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്ന് പഞ്ഞിക്കിടയിൽ അത്ര മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് എന്നൊന്നുമില്ല, ഇത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവരും കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു വിന്നർ എന്ന നിലയിൽ നമുക്ക് ആര്യാന്ന് പറഞ്ഞു. ഞാൻ ആര്യ പറയില്ല. ആ കുട്ടിക്കും സെക്കൻഡായ ഈ കുട്ടിക്കും നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് ഈക്വൽ ആയിട്ട് കൊടുക്കണ ഈക്വൽ കൂടിയാണ്. കുറെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന നിലയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർഡിനേഷനും കാര്യങ്ങളും എല്ലാ പാർട്ടിസിപ്പന്റിന്റെ കയ്യിൽ നിന്ന് ഒന്നും കൂടി ഇനിയുള്ള അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ആ എനർജറ്റിക് അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരും കൂടി ഇതിലേക്ക് പാർട്ടിസിപ്പേഷൻ വരണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റുന്ന ഗിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സമ്മാനമായിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ മാനേജറുടെ മൈൻഡ് നല്ല മൈൻഡാണ്, നമുക്ക് മനസ്സിലായി. താങ്ക് യു മാനേജർ. നല്ല കനത്തിലുള്ള തന്നെ നമുക്ക് എന്തായാലും ഗാർഡനിൽ വിട്ട് പോകുമ്പോഴത്തേക്കും തന്നെ വരണം. അപ്പൊ ഇറങ്ങാനുള്ള ടൈമായി. വലിയ അങ്ങനെ നമ്മളിപ്പോ നേരെ ഗാർഡനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ടറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഗെയിമിലെ വിന്നേഴ്സ് ആണ് ഈ ഫ്രണ്ടിൽ പോകുന്ന ടീം കേട്ടോ. എന്തെങ്കിലും ആര്യ ഇപ്രാവശ്യം കറക്റ്റ് അല്ലേ പറഞ്ഞേ? രമ്യ. ഓക്കെ. രമ്യയും പിന്നെ ചേച്ചിന് വരുന്നത് ശ്രീജിന. ശ്രീജിനും രമ്യ ചേച്ചിയാണ് ഫസ്റ്റ് അടിച്ചത്. അതേപോലെ തന്നെ ഫെബിന ബാക്കിൽ വരുന്നുണ്ട്, അവരത് സെക്കൻഡ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളാണ് ഇതിൽ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡിന്റെ എന്താ പറയാ, അതെ, ഫാമിലി. ബാക്കിൽ കാണാൻ മൊത്തം കുറെ കുട്ടികളും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. രണ്ട് കാക്കമാർ, ഇവര് നമ്മളെ ആൾക്കാരല്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഗേൾസും ഇതാ ഇവരൊക്കെ എല്ലാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ അതെ. തണുപ്പ് എങ്ങനെയുണ്ട് ഇപ്പോ? സൂപ്പർ. അപ്പൊ അതുപോലെ തന്നെ ഇതാ ബാക്കി ആൾക്കാർക്ക് നമ്മുടെ ഉബൈദിക്കൊക്കെ ബാക്കിലാണ് വരുന്നത്. അതുപോലെ അതാ ഇവരാട്ടോ സെക്കൻഡ് ടീം. ഫെബിനി ആൻഡ് അനേനി ഇവരാണ് സെക്കൻഡ് അടിച്ച ടീം. അതുപോലെ തന്നെ ബാക്കി ഇവരൊക്കെ നല്ല കഴിവുള്ളത്. ഫസ്റ്റ് പ്രൈസ് അല്ല, ഉറങ്ങിയതിനാണ് ഫസ്റ്റ് പ്രൈസ്. ഉറങ്ങിയതിനാന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ്. ഇടപെട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ മുഖത്തോട് മുഖം നോക്കി നിന്ന്. അതെ, അതിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണ്ടെന്നുണ്ട്. ഞാൻ അത് കൊടുത്തിരിക്കുന്നു. അതെ, ഷെയർ ഇടും ഇവരെല്ലാം. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി. 40 ആണ് ഒരാൾക്ക് അഡൾട്ടിനുള്ള ടിക്കറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ക്രൗഡാണ്. തീരെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത പോലെയാണ്. നല്ല ക്രൗഡ് ഉണ്ട്. കാര്യം സീസൺ ടൈമാണല്ലോ, അത്ര തണുപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രൂപ്പൊക്കെ ആ വഴിക്ക് ഈ വഴിക്കൊക്കെ പോയി. പിന്നെ എന്തായാലും നമ്മളിവിടെ കറങ്ങിയിട്ട് ഇനി നൈറ്റാണ് പ്രോഗ്രാം. ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.
ഗാർഡനിൽ നമ്മൾ കയറി വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ കോട്ടേജിലേക്കാണ് പോകുന്നത്. അവിടെ ക്യാമ്പ് ഫയർ ചെയ്യണം. നല്ല തണുപ്പുണ്ട്. ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, ഞാനൊക്കെ നല്ല വിറക്കലായിരുന്നു. ഒരു 3 മണി 4 മണിക്കൊക്കെ ശേഷം നല്ല ക്ലൈമറ്റ് വന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ്. ശരിക്കും വീട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ ഇരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലാണ് വിയർത്ത് കുടിച്ചിട്ടുണ്ടാവും. സോ ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. ചൂടാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഊട്ടി തന്നെ ഇതാക്കാം. സൗത്ത് ഇന്ത്യയിൽ ഊട്ടി ആയിരിക്കും ബെസ്റ്റ് സ്ഥലം. അത്രയും നല്ല തണുപ്പാണുള്ളത്, അടിപൊളിയാണ്. പാക്കേജിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ മൊത്തം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. അടിപൊളിയാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും ഇനി നേരെ പോവാ ക്യാമ്പ് ഫയർ. കാര്യം എല്ലാവരൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുകയാണ്. അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നേരെ കോട്ടേജിലേക്ക്. അപ്പോൾ ബാക്കി അവിടുന്ന് അങ്ങനെ നമ്മളിവിടെ തിരിച്ചെത്തി. ഇപ്പോൾ ഫറൂഖിലാണുള്ളത്. പാർട്ടിയൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഊട്ടിയിൽ നിന്നല്ല എവിടേക്കാണെന്നുണ്ടെങ്കിലും പാക്കേജ് കാര്യങ്ങൾക്ക് ടൂർ പാക്കേജിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രിപ്പ് തന്നെ നക്ഷത്ര ഗോൾഡിനും നമ്മൾ താങ്ക്സ് പറയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ. പിന്നെ ട്രിപ്പൊക്കെ ആരെങ്കിലും പോവാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതേമാതിരി തന്നെ കമ്പനി ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നമ്പറും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ signing off.